പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വലിയൊരു ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഒരു വലിയ ഇൻഫർമേഷനാണ് കിട്ടിയത്. നമ്മളുടെ പോലീസ് സ്റ്റേഷനിൽ വലിയൊരു വണ്ടി വണ്ടി അവരാരും അറിയാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പോലീസുകാർ കള്ളത്തരം ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്നോട് എന്തോ ഒരു വക അവർക്ക് ഓൾറെഡി ഉള്ളതാണ്. അതുകൊണ്ട് എൻ്റെ മുതലാണ് സാധനം. ശരിക്കും ആ കാർ എൻ്റെ ആണ്. പക്ഷെ അത് അവർ അടിച്ചുകൊണ്ട് പോയി. പോലീസുകാരല്ല, പോലീസുകാർക്ക് ഈ കാര്യം അറിയില്ല. പോലീസുകാരല്ല ശരിക്കും ഇത് അടിച്ചുകൊണ്ട് പോയത്. എൻ്റെ വിചാരം ആദ്യം പോലീസുകാരായിരുന്നു എന്നാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ആ ജാഗറിൻ്റെ ഗ്യാങ്ങാണ് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയത്. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് പറ്റും. എന്തായാലും നമ്മൾ ആ കാർ എടുക്കും. പക്ഷെ അതിനു മുമ്പ് ജാഗറിൻ്റെ ആൾക്കാരെ മൊത്തം തട്ടണം. പക്ഷെ ജാഗറിൻ്റെ ആൾക്കാർ തട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ജാഗറിനെ ഒന്നും ചെയ്യണ്ട. എന്തായാലും ഇവിടെ നിന്ന് ഇതാണ്. പക്ഷെ പോലീസുകാർക്കും ഇതറിയാമോ എനിക്കാണെന്നറിയില്ല. കാര്യം ഒരുപാട് പങ്ക് ഇതിൽ ഒരുപാട് ആൾക്കാർ ഉണ്ട്. എന്തായാലും നമ്മളെ ബൈക്കിലാണ് നമ്മളിന്ന് ആ വണ്ടി എടുക്കാൻ പോകുന്നത്. നമുക്ക് അത്ര പണിയുള്ള കാര്യമില്ല. എന്തായാലും നമ്മൾ പോലീസുകാർ ചില സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഉണ്ട്. നമുക്ക് പോലീസുകാരൊന്ന് ചോദിച്ചിട്ട് എടുത്തിട്ട് വന്നാൽ മതി. നമ്മളോട് പോലീസുകാരോട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണം ഓൾറെഡി. നമ്മളുടെ ഒരു വണ്ടി പോലീസുകാർ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഈ ഗ്യാങ്ങിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് അവർ നിങ്ങൾക്ക് അറിയാതെ ആക്കിയതാണ്. അപ്പോൾ ആ തന്നെ അവർ പകുതി ആയിരിക്കും മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞെടുത്തോന്ന് പോലീസുകാരെ സാർമാരെ എന്തായാലും നമുക്ക് ഇറക്കിടാം. എന്തായാലും ചോദിച്ചിട്ട് എടുത്തോന്നു. അതൊന്നും നമ്മളൊരു മര്യാദ. അതാണല്ലോ ഏതൊരു മര്യാദ ആണ്. സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാറൊരു കുമ്പോയാണ്. സാറേ സോറി സാർ എന്താ ഫ്രാങ്കിളിനെ ഇപ്പം ഈ മാസ്ക് ഒക്കെ വെച്ചിട്ട്? അത് മാസ്ക് ഒന്നല്ല സാറേ, അത് ഒരാൾ എന്നെ ചെയ്തതാണ്. ഇത് ഞാൻ വെറുതാക്കിയത് കേട്ടാ. അത് എന്നോട് ആൾ ചെയ്തതാ സാറേ. ഓക്കെ, എന്താ പ്രോബ്ലം? എന്താണ് എൻ്റെ പ്രോബ്ലം ഫ്രാങ്കിളിനെ? അതൊരു പ്രോബ്ലം ഇല്ല എന്ന് പറയാൻ പറ്റൂല. എൻ്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാ എനിക്ക് എൻ്റെ ഫോൺ ചെയ്യാൻ പറ്റാത്തതാണ് പ്രോബ്ലം. എനിക്ക് എൻ്റെ കാറ് അവരെടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് മൈ മിസ്റ്റേക്ക് സോറി. അതുകൊണ്ട് ഞാനത് സാധനം എടുത്തുണ്ടോക്കോട്ടെ. എൻ്റെ കാറേ ആ ജാങ്വറിൻ്റെ ആളുകൾ എടുത്തുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറിനോട്. അത് നീ എന്നോട് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നല്ലോ. ആ സാറേ, ആ കംപ്ലൈൻറ്റ് ചെയ്ത കാർ സാറിൻ്റെ ഇതിൻ്റെ ബാക്കിലാണ്. അത് ഞങ്ങൾ എടുത്തോട്ടെ, ഞാൻ എടുക്കട്ടെ. എടുത്തോടെ ജാങ്വറെ, നമ്മളുടെ ചെക്കനല്ലേ നീ? ജാങ്വറല്ലേ ഫ്രാങ്കിളിനെ? ഒരു കാര്യം ക്രിമിനൽസാ ആടാ കുറച്ച് കൊലക്കുറ്റ അമ്മയെ വെട്ടിക്കൊന്നിട്ടുള്ള കൊലക്കുറ്റങ്ങളാ രണ്ടുപേരും. മദ്യ കേസ് അതൊക്കെ ഉണ്ട്. സാറേ, എന്തായാലും എൻ്റെ ഈ ബൈക്ക് അവിടെ വെക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് എൻ്റെ ബൈക്കിന് വരെ നിങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പേടിക്കണ്ടല്ലോ. നമ്മൾ പണക്കാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ നമ്മൾ മോഷണ കേസിലൊക്കെ ഒരുപാട് വട്ടം പ്രതികളായിട്ടുള്ളതാണ്. എന്നാലും പോലീസിൻ്റെ കയ്യിൽ വിട്ടിട്ടില്ല. പോലീസുകാർക്ക് അറിയൂല നമ്മൾ മോഷണക്കാരാണ്. പക്ഷെ പോലീസിനായിട്ട് നമുക്ക് നല്ല ഇടപാടുണ്ട്. എന്തായാലും നമ്മൾ പോലീസിന് ഇത് കൊടുക്കുക. പോലീസുകാർക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പോലീസുകാർക്ക്
എന്നാ സാറേ ഇവിടെ വെച്ചിട്ടാ ബൈക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിച്ചോ. ഇതൊന്നും വേണ്ടായിരുന്നു ഫ്രാങ്കിളിനെ. നിനക്ക് എന്തായാലും ഞങ്ങൾ ഇത്രയും കൂടിയും ചെയ്യണ്ട. നിങ്ങൾ ഞാൻ സഹായിച്ചാലേ അതൊന്നും കുഴപ്പമില്ല സാറേ, നിങ്ങൾ വെച്ചോ. സാറിന് ഏകദേശം ഒന്ന്. പക്ഷെ നമ്മൾ ഈ വണ്ടിക്ക് കറുപ്പുകൾ അടിച്ചു തരാം. കറുപ്പുകൾ അടിച്ച് നന്നായി എന്തായാലും നല്ല രസം തന്നെയാണ്. മനസ്സിലാവാണ്ടിരിക്കാനായിരിക്കും. നമ്മൾക്ക് എന്തായാലും കളറൊക്കെ നമ്മളെ മഞ്ഞ കളറുള്ള വണ്ടിയാണ്. മഞ്ഞ കളറ് നമ്മളുടെ വണ്ടിക്ക് ഫോണിന് എന്തോ പറ്റിയിട്ടാ. ഫോണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഫോൺ ഉപയോഗിക്കാനുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലെ റേഞ്ചില്ലാണ്ടായിരുന്നു. എന്തായാലും മഞ്ഞടിക്കും. മഞ്ഞോണ്ട് സീനായിട്ടാ സീന. ഈ വണ്ടിനെ കാണുമ്പോ എന്താന്നറിയില്ല, സാധാ വണ്ടികളെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് പ്രത്യേക. പക്ഷെ ഈ മതിലേ പുതിയതായിട്ട് വെച്ചത് ഏതോ ഒരു വളിയാണ്. ആരാവോ? പക്ഷെ നമ്മളുടെ പരിപാടികളൊക്കെ ഇപ്പൊ കഴിഞ്ഞു. വണ്ടി കൊണ്ടിൽ മാത്രമായിരുന്നു നമ്മുടെ പരിപാടി. വിചാരിച്ചു വീഡിയോ ഒക്കെ എന്തിനാ അപ്ലോഡ് ചെയ്യണേന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ സിമ്പിൾ വീഡിയോകൾ ഇതുവരെയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടില്ല. ആളുകൾ എന്താ ഫ്രാങ്കിളിനെ എന്താ ഇവിടെ? നീ എന്തിനാ ഞങ്ങളുടെ ഇതൊക്കെ എടുത്ത? നിനക്ക് ആന മാസ്ക് ഉള്ളോട്ടാ. ആര് പറഞ്ഞ ആന മാസ്ക് ഉള്ളോണ്ടാ? എന്തേലും ഉണ്ടാ നീ പറഞ്ഞത്? നടക്കോടടിക്ക് നമ്മൾ ചാടും കളിച്ച് കിട്ടി. എന്താ പറയാ, ഞാൻ ചാടിയില്ലെങ്കിൽ നീയൊക്കെ ഇവിടെ നിന്ന് പുറക്കും. പക്ഷെ നമ്മൾ ചാടിപ്പോ ആൾക്കാർ അവരൊക്കെ നട്ടിക്കാണ്. അവരൊക്കെ വട്ടം കറങ്ങി നമ്മളെ കൊല്ലാമല്ലോ. അവരൊക്കെ അവരൊക്കെ നയിട്ടിച്ചിട്ട് ശരി നമ്മൾ താഴുമ്പോൾ സംരക്ഷിക്കണം. നമ്മളെ ഇതൊക്കെ ചാവണുണ്ടോ? എന്തിന് നമുക്ക് ഇവരെങ്ങനെ വട്ടം കറക്കണേ? ഇനി നമുക്ക് ഒറിജിനൽ ഫോഴ്സ് എടുക്കാം ഗായ്സ്. AK-47 എന്താ തനിക്ക്? നിന്റെ കളിത്തോക്കൊന്നും ഞങ്ങൾ കണ്ട് പേടിക്കില്ല. ഇത് കളിത്തോക്ക ചാവട എല്ലാം ചവട നിങ്ങൾക്ക് കളിത്തോക്കില്ലേ? നമ്മളിവിടെ പെട്ടിട്ട് എപ്പോഴായി അവിടെ നമ്മളെ വളഞ്ഞ്. എന്തായാലും അവൾ പുറത്ത് ഒരു ഡിഫൻഡർ ഒരു ലെജൻഡറി എടുക്കുന്നുണ്ട്. എന്തായാലും അതെടുത്ത് നമ്മൾ രക്ഷപ്പെടും. അതിന് മുമ്പ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ രക്ഷപ്പെടാൻ പോണ്. എല്ലാവരും കൂടി ഓടി വെച്ചാണ്. നമ്മളൊരു കിഡ്നാപ്പ് ചെയ്യുന്ന നമ്മൾക്ക് അവരുടെ കൂടെ എന്തായാലും പറഞ്ഞിട്ടല്ല. എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. ഒട്ടൻ എന്തായാലും നമുക്ക് ഈ വനത്ത് നിൽക്കാം. ഓരോരുത്തരായിട്ട് തീർക്കുക നമുക്ക്. അവനും ചത്ത്. പക്ഷേ നമുക്കിനി കണ്ടിട്ട് കാര്യമില്ല. ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇവൻ്റെ കരണപ്പെട്ടിട്ട് ഇവർക്ക് ആർക്കിത് എന്താന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇവരിൽ പലർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റോബോട്ടുകളാണ് എന്ന് ആളാണ് സത്യം. അല്ലെങ്കിൽ നമ്മൾ ഇത് നോക്കിക്കോര് എല്ലാവരുടെ കഴുത്തിൽ കൂട്ടിണ്ട്. ഇവർക്കൊന്നും ഇതെന്താന്നറിയില്ല. പക്ഷെ നമ്മളിത്
എന്താന്ന് അവരോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ എൻ്റെ ഇല്ലല്ലോ, പക്ഷെ എൻ്റെ നടുവിലുണ്ട്. അപ്പം നമ്മൾക്ക് എന്തായാലും മൂടിക്കളയാം, എന്നിട്ട് പൊട്ടിക്കാം. ഓ കത്തിക്കരിയണവരെല്ലാവരും ചത്തെല്ലാവരും ഗൈസ്. പക്ഷെ ഇവരിൽ പലർക്കും നമ്മളോട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് അമ്മൂമ്മയുടെ വീടുമാണ്. എന്തായാലും ഇനിയും ചില പലരും വരും. അതുകൊണ്ട് നമ്മളുടെ ബൈക്കൊന്നും വേണം, നമുക്ക് നമ്മളുടെ ഫോർച്ച് ഉൾട്രാ കാര്യം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. എല്ലാത്തിനെയും കാറ്റാകുമ്പോൾ കാറ്റ് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇവിടെ മുറ്റത്തൊരു വണ്ടി എടുക്കണ്ട, ആ വണ്ടി എടുത്ത് പിടച്ചത് എന്തായാലും നമ്മളെ വണ്ടി അവിടെ എടുത്തിട്ട് പോയി. നമുക്ക് പറത്താൻ പറ്റാത്ത വണ്ടിയാണ്. ഓ പറത്താൻ പറ്റൂ, പക്ഷെ നമ്മളുടെ ഡിഫൻഡറൊക്കെ വീട്ടില് അവിടുത്തെ വീട്ടിലല്ലേ, നമ്മുടെ വീട്ടിലെ ഡിഫൻഡർ സൂക്ഷിക്കുമ്പോൾ. പക്ഷെ നമ്മൾക്ക് മോഷണമൊക്കെ നിർത്തണം. വേണ്ട, മോഷണം നിർത്തൂല, എന്നാലും നമ്മൾ കൂടി എന്തായാലും നമ്മളെ വീട്ടിലോട്ട് നമ്മൾ പോകും. പക്ഷെ നമുക്കറിയാത്ത ഇത്ര എടുത്തായിരുന്നല്ലേ നമുക്ക് കൊണ്ടുപോകുന്നേന്നാ, നമ്മളൊരു കാട്ടിലൊക്കെ കൊണ്ടുപോയിടണം. പക്ഷെ ഇത് അവർക്ക് അറിയില്ലേ, നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇവരിന്ന് പല ടീംസും ഉണ്ട് ഗൈസ്. പറക്കാൻ പറ്റൂല അത്ര നമ്മളെ. ഈ വീട് നല്ല പവർഫുള്ള വണ്ടിയാണ്. ഇവരറിയാം നമ്മൾ ഇവരുടെ വണ്ടി തന്നെ കൊണ്ടുവരണം. നല്ലതന്നെ, അവർക്ക് നമ്മളെ വണ്ടി എടുക്കാല്ലേ. നമ്മളുടെ ഡിഫൻഡറിന്റെ ചില്ല അവർ പൊട്ടിച്ചിട്ടുണ്ടോ നമുക്കൊന്ന്. നമ്മളുടെ ഡിഫൻഡറുണ്ട്, ചക്കറൊക്കെ ഒന്ന് മാറ്റണം. പക്ഷെ നമ്മൾക്ക് അവരതിൻ്റെ കോഡും കൂടിയും പറഞ്ഞു തന്നിരുന്നു. പക്ഷേ നമ്മളുടെ വീടിന് ഇത് സേഫ് അല്ല. നമ്മൾ ഇവൻ്റെ ട്രാപ്പഡ് ആവോ,